നമസ്കാരം. അള്ളാഹുവിനേക്കാൾ മേലെയാണോ നരേന്ദ്രമോദി? ഈ ചോദ്യം ഞാൻ ചോദിക്കുവാനുള്ള കാരണം പ്രേക്ഷകർക്ക് പലർക്കും കൗതുകകരമായി തോന്നിയേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവന് ഭ്രാന്താണോ എന്ന് വരെ തോന്നിയേക്കാം. കാരണം ഇസ്ലാം മതവിശ്വാസികൾക്ക് ഉറപ്പായിട്ടും തോന്നും, അള്ളാഹുവിനേക്കാൾ മേലാണോ നരേന്ദ്രമോദി എന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അങ്ങനെ ചോദിക്കുവാനുള്ള പ്രധാന കാരണം, ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ KM ഷാജിയുടെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണിപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുവാനിടയായി. തിരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം സംസ്ഥാനമൊട്ടാകെ ഓടി നടന്ന്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഓടി നടന്ന് നടത്തിയ പ്രചരണങ്ങളുടെ ഭാഗമായ ഒരു വീഡിയോ ആയിരുന്നു അത്. നേരത്തെ കണ്ടിരുന്നു, എന്നാലും ഇന്നലെ ഒന്നുകൂടി അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കൗതുകകരമായ ഈ ചിന്ത എൻ്റെ മനസ്സിൽ ഉണർന്നു എന്ന് വേണം പറയാൻ. അതിൻ്റെ പ്രധാന കാരണം, അതിൽ KM ഷാജി പ്രതിപാദിക്കുന്ന ഒരു പ്രധാന വിഷയം വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം അള്ളാഹുവിന് ഉണ്ടാക്കിയ നിയമമാണ്. അള്ളാഹു ഉണ്ടാക്കിയ ആ നിയമത്തെ ഒരു നിയമസഭയിൽ മനുഷ്യൻ ചുട്ടെടുത്ത നിയമം, ഇതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ. മനുഷ്യൻ ചുട്ടെടുത്ത ഏതെങ്കിലും നിയമം കൊണ്ട് മറികടക്കുവാൻ സാധിക്കില്ല. അദ്ദേഹം നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയുന്നുണ്ട്. നരേന്ദ്രമോദി ലോക്സഭയിലും രാജ്യസഭയിലുമായി ചുട്ടെടുത്ത ഏതെങ്കിലും ഒരു നിയമം കൊണ്ട് അള്ളാഹു ഉണ്ടാക്കിയൊരു നിയമത്തെ മറികടക്കുവാൻ സാധിക്കില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിശ്വാസിയല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടരുന്നത്. അടിസ്ഥാനപരമായിട്ട് അപ്പോഴാണ് ഈ ചിന്ത എന്നിലുണ്ടായത്, അള്ളാഹുവിനേക്കാൾ മേലെയാണോ നരേന്ദ്രമോദി? ആണ് എന്നാണ് എൻ്റെ ഉത്തരം. അതിന് കാരണവുമുണ്ട്. അടിസ്ഥാനപരമായിട്ട് തൽക്കാലം ഇസ്ലാം മതവിശ്വാസികൾക്ക് വിഷമമുണ്ടാകുമെങ്കിൽ തൽക്കാലം ശ്രീ പരമേശ്വരൻ എന്നെടുക്കാം. എൻ്റെ ആരാധ്യൻ ശ്രീ പരമേശ്വരനേക്കാൾ മേലെയാണോ നരേന്ദ്രമോദി? ജനാധിപത്യപരമായിട്ട് ശ്രീ പരമേശ്വരൻ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന, എൻ്റെ ഭക്തിയിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു കാര്യം, രാജ്യ നന്മയ്ക്ക് വേണ്ടി പാടില്ല എന്നുള്ള ഒരു നിയമം നരേന്ദ്രമോദി പാസ്സാക്കിയാൽ, ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയാൽ അതിനെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അവിടെ ശ്രീ പരമേശ്വരൻ്റെ നിയമത്തെ മാറ്റിവെച്ച് രാജ്യത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതാണ് ജനാധിപത്യ വ്യവസ്ഥ. ജനാധിപത്യ വ്യവസ്ഥയിൽ ദൈവനിർമ്മിതമായിട്ടുള്ള ഒരു നിയമവും ഭരണഘടനയ്ക്ക് മുകളിലല്ല. അത് വഖഫായാലും ശരി, അള്ളാഹുവിൻ്റെ മറ്റേത് നിയമങ്ങളായാലും ശരി, ശരീഅത്ത് നിയമമായാലും ശരി, എന്ത് നിയമമായാലും ശരി. അടിസ്ഥാനപരമായിട്ട് ഭാരതത്തിലെ ഭരണഘടനയിലെ ഏറ്റവും വലിയ അസഭ്യങ്ങളിലൊന്ന്, അശ്ലീലങ്ങളിലൊന്ന് ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വ്യക്തിപരമായിട്ട്. കാരണം എല്ലാവർക്കും സമാനമായിട്ടുള്ള നീതി നടപ്പാക്കുവാനുള്ള ഒരു ഭരണഘടനയിൽ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുവാൻ ഒരു സമിതി, അല്ലെങ്കിൽ ഒരു സംഘടന, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതിലും വലിയൊരു അശ്ലീലം ജനാധിപത്യത്തിന് നേരെ പറയുവാനോ കാണിക്കുവാനോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന ഏത് നിയമവും അള്ളാഹുവിൻ്റെ നിയമത്തെക്കാൾ മുകളിലാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ജനാധിപത്യ വ്യവസ്ഥയിൽ അള്ളാഹുവിനേക്കാൾ മുകളിലാണ്. വ്യക്തിപരമായ ആരാധനാ വ്യവസ്ഥയിൽ അള്ളാഹുവിനെയോ മറ്റേതോ ദൈവത്തെക്കാളും ആ വ്യക്തിയുടെ ആരാധന മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്തിടത്തോളം കാലം ദൈവത്തിനേക്കാൾ ഒരുപാട് താഴെയാണ് നരേന്ദ്രമോദി. പക്ഷേ പൊതുമണ്ഡലങ്ങളിലുള്ള ഇടപെടലുകളിൽ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ, ആ സമൂഹത്തിനെ നയിക്കുന്ന നിയമങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദി എന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അള്ളാഹുവിനേക്കാൾ തീർച്ചയായും ഒരുപാട് മുകളിൽ തന്നെയാണ്. അക്കാര്യത്തിൽ KM ഷാജിക്ക് സംശയമുണ്ടെങ്കിലും, KM ഷാജിയുടെ അനുയായികൾക്ക് സംശയമുണ്ടെങ്കിലും, ഏതെങ്കിലും ജിഹാദികൾക്ക് സംശയമുണ്ടെങ്കിലും അവർ ചെയ്യേണ്ട ഒരു കാര്യം, സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുക്കുക, പൊതു താൽപ്പര്യ ഹർജി കൊടുക്കുക. നരേന്ദ്രമോദി അള്ളാഹുവിനേക്കാൾ വലിയവനല്ല എന്ന് സുപ്രീം കോടതി ഒന്ന് പ്രഖ്യാപിക്കണം. ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച്, ആരാധനാ വ്യവസ്ഥ അനുസരിച്ചല്ല. അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങളൊന്നും മാറ്റി എഴുതാൻ പാടില്ല എന്ന് നരേന്ദ്രമോദിക്ക് ഒരു നിർദ്ദേശം നൽകണം എന്നുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുക. ആ അപേക്ഷ സുപ്രീം കോടതി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ജനാധിപത്യ വ്യവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ശരീഅത്ത് നിയമം അനുസരിച്ചാണോ, അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചാണോ, അതോ ഭാരതത്തിൻ്റെ ഭരണഘടന അനുസരിച്ചാണോ എന്നുള്ളത് വ്യക്തമായും നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റും. കാരണം പൊതു സമൂഹത്തിൻ്റെ മുൻപിൽ തെളിയിക്കാൻ പറ്റും. നിങ്ങൾക്കിത് അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എല്ലാ മേഖലയിലും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ ചെയ്യുന്നൊരു പ്രവർത്തന രീതിയുണ്ട്, അല്ലെങ്കിൽ അവലംബിക്കുന്നൊരു പ്രവർത്തന രീതിയുണ്ട്.
അവിടെ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ളത് ഞാൻ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ ഹലാൽ, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആണുങ്ങൾ ഈ പറയുന്നത് പോലെ ചേട്ടൻ്റെ ഷർട്ടും അനിയൻ്റെ പാൻറ്റും ഇട്ട് നടക്കുക, മീശ വയ്ക്കാതെ താടി വയ്ക്കുക. പെൺകുട്ടികളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ വലിയ കഷ്ടമാണ്. കാരണം അവരെ അടിമുടി മറച്ച് കണ്ണുപോലും പുറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ള നിഷ്കർഷയോടുകൂടിയുള്ള വസ്ത്രധാരണം ബലമായി അടിച്ചേൽപ്പിക്കുക അവരുടെ മേൽ. ഇത്തരത്തിലുള്ള തങ്ങളുടേതായിട്ടുള്ളൊരു മുദ്ര, തങ്ങളുടെ മതത്തിൻ്റേതായിട്ടുള്ള വ്യക്തികളുടെ മുദ്രയല്ല, വ്യക്തിത്വത്തിൻ്റെ ഒരു മുദ്ര പതിപ്പിക്കുക എന്നുള്ളത് ഏതൊരു മേഖലയിലും നല്ല കാര്യമാണ്. ആ വ്യക്തിത്വ മുദ്ര എന്നുള്ളത് സമൂഹത്തിനെതിരല്ലെങ്കിൽ. പക്ഷേ മതത്തിൻ്റെ മുദ്ര എല്ലാ മേഖലകളിലും പതിപ്പിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടൊരു അധിനിവേശ സ്വഭാവമുള്ള മതങ്ങൾ കൈക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും മലയിൽ കൊണ്ട് കുരിശ് നാട്ടുക എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ്. തിരിച്ച് ജിഹാദികളിലേക്ക് വന്നാൽ അവരവലംബിക്കുന്ന ഒരു രീതിയാണിത്. അതുകൊണ്ട് തന്നെയാണ് അവർ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് ഭരണഘടനയ്ക്കും മേലെയാണ് ഖുർആൻ. ശരീഅത്ത് നിയമം എന്നുള്ളത് നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയ്ക്കും മുകളിലാണ്. കൈവട്ടലും കാലുവട്ടലും ഇവിടെ കൊണ്ടുവരണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളും ഇതൊന്നും ഓർത്തുകൊള്ളുക. അടിസ്ഥാനപരമായിട്ട് ഈ ശരീഅത്ത് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് 200 അടി ശിക്ഷയായി നൽകപ്പെട്ട രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ നൽകപ്പെട്ടിട്ടുണ്ട്, ഖത്തറിൽ നൽകപ്പെട്ടിട്ടുണ്ട്. 8 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു മൃഗത്തിനെ ആ പെൺകുട്ടിയുടെ കുടുംബം പണം വാങ്ങി മാപ്പ് നൽകിയതുകൊണ്ട് വെറുതെ വിട്ട നിയമവ്യവസ്ഥയും ഒമാനിലുണ്ട്. ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് ഇവിടെ കൊണ്ടുവരണം. തീവ്രമായിട്ടുള്ള കഠിനമായ നിയമങ്ങൾ കൊണ്ടുവരണം. ഈ കഠിനമായ നിയമങ്ങളുണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള മനുഷ്യമൃഗങ്ങൾ പഠിക്കൂ എന്നൊക്കെ ആവേശപൂർവവും വികാര വിക്ഷോഭത്തോടു കൂടിയും വായ്ത്താളം അടിക്കുന്നവർ ഇതൊന്ന് ഓർത്തു വെച്ചുകൊള്ളുക. ഇവരുടെ ഒരു മുദ്ര പതിപ്പിക്കലിൻ്റെ ഒരു ശ്രമമാണ് ഈ ഭരണഘടനയ്ക്ക് മുകളിലാണ് ഖുർആൻ എന്നുള്ളത്. ഭരണഘടനയ്ക്ക് മുകളിലല്ല ഖുർആൻ. പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ നരേന്ദ്രമോദിക്ക് മുകളിലും അല്ല അള്ളാഹു. അത് KM ഷാജിമാരെ പോലുള്ളവരെ സ്ഥിരമായി നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താണ്? അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞതിനോട്, അള്ളാഹുവിന് മുകളിലാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ എൻ്റെ അഭിപ്രായത്തോട്, അങ്ങനെയുള്ള എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, വിയോജിക്കുന്നുണ്ടോ, അതോ വിമർശിക്കുന്നുണ്ടോ? ഇതെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.